സിസി സേയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഹസ്ബൻഡിൻ്റെ ആണ്ടായതുകൊണ്ട് രാവിലെ തന്നെ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് സ്കൂളിൽ പോയി, പിന്നെ വന്നിട്ട് വേറെ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ക്ഷമിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറും കറിയും എല്ലാം ആക്കിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോയത്. രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റു. എന്നിട്ടും പണിയൊക്കെ തീർന്നോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണി അങ്ങ് തീർന്നുമില്ല. പിന്നെ ബാക്കി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പള്ളി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ രാവിലത്തെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് പാവയ്ക്ക വറുത്തതായിരുന്നു. അപ്പോൾ പാവയ്ക്ക നല്ല കുരുകുരാന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തു. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് നമ്മളൊന്ന് ഉപ്പ് തിരുമ്മി വയ്ക്കും. ഉപ്പ് തിരുമ്മി വെച്ചിട്ട് നമ്മളത് പിഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കനത്തിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവയ്ക്ക് വെന്ത് കിട്ടാൻ കുറച്ച് താമസമായിരിക്കും. അപ്പോൾ കനം കുറച്ച് നന്നായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം. ഞെരടിയെടുത്ത് കഴിയുമ്പോൾ ആ പാവയ്ക്കൊന്ന് വാടി കിട്ടും. എന്നിട്ട് നമുക്ക് പിഴിഞ്ഞ് കളയുകയാണെങ്കിൽ പാവയ്ക്കയുടെ വെള്ളം മുഴുവനും പോയി കിട്ടും. ഇതിവിടെ മക്കൾക്കും മമ്മിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് അധികം നാൾ ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കി വെക്കാറുണ്ട്. പെട്ടെന്ന് ചീത്തയായി പോകാത്ത കറി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ഒരു കറി ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു കറി നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഒത്തിരി നാൾ കേടുകൂടാതെ ഇരിക്കട്ടെ. ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് അധികം നാൾ ഇരിക്കുകയും ചെയ്യും. പിന്നെ വിദേശത്തേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വറുത്ത് കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റം കൂടിയാണ് കേട്ടോ പാവയ്ക്ക വറുത്തത്. അപ്പോൾ പാവയ്ക്ക നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് കുറച്ച് നമുക്ക് സവാള കൂടി വറുത്തെടുക്കണം. സവാളയും കാന്താരിമുളകും വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ സവാള അരിഞ്ഞെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. അപ്പോൾ അത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സവാള വറുത്തിടുന്നത്. നമുക്ക് വറുത്ത് വെക്കുമ്പോൾ നമ്മൾ സവാള വറുത്തിടണ്ട. നമ്മളിങ്ങനെ വറുത്ത് വെച്ചിട്ട് നമുക്ക് ഈ സവാള വറുത്തിട്ടിട്ട് ഈ പാവയ്ക്ക കൂടി വറുത്തെടുക്കുമ്പം ഒന്നും കൂടി നല്ല ചൂടിനെ കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ വറുത്ത് വെക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സവാള നല്ല ബ്രൗൺ കളർ നമുക്ക് വേഗം ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വേണം സവാള വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് സവാള നല്ല ബ്രൗൺ കളറായി കിട്ടുകയും ചെയ്യും. സവാള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് ചീഞ്ചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ വെളിച്ചെണ്ണ തന്നെ നമുക്ക് പാവയ്ക്ക വറുത്തെടുക്കാം. വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വറുത്തെടുക്കാം. അപ്പം ഇനി പാവയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി എപ്പോഴും ഇളക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും. പെട്ടെന്ന് ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വെന്ത് വരാൻ കുറച്ച് താമസം എടുക്കും. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ കുരു ഒന്നും മാറ്റേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ഞെരടി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കുരു എല്ലാം അങ്ങ് പോയിക്കോളും. കുരു മാറ്റിയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇളക്കി കൊടുക്കാം. നമ്മുടെ പാവയ്ക്ക് പയ്യെ വഴണ്ടി വന്നിട്ടുണ്ട്. ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൂടെ ഇടയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്പൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കയ്പ് ഒട്ടുമില്ല. നമുക്ക് ചുമ്മാ തിന്നാൻ നല്ലതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ് ഇങ്ങനെ പാവയ്ക്ക വറുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പാവയ്ക്ക വറുത്ത് കഴിഞ്ഞു. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒരുപാട് ഒഴിച്ചില്ലായിരുന്നു കേട്ടോ. കാരണം മമ്മിക്ക് കൊളസ്ട്രോൾ കൊണ്ട് വെളിച്ചെണ്ണ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ ഉള്ള വെളിച്ചെണ്ണ തന്നെ വറുത്തെടുത്തോടാണ് കുറച്ച് കരിഞ്ഞു പോയതുപോലെയൊക്കെ ഇരിക്കുന്നത്. എന്നാൽ കരിഞ്ഞു പോയിട്ടുമില്ല. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കാന്താരിമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ. അത്രയും മതി. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാവയ്ക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഈ മാങ്ങ മപ്പാസാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് മാങ്ങ മപ്പാസ് റെഡിയാവുകയും ചെയ്യും. ഇനി മാങ്ങ മപ്പാസ് തയ്യാറാക്കാനും ചീഞ്ഞട്ടി അടപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചു. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് സവാള ഇട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുത്തു. എന്നിട്ടാണ് ഞാൻ മാങ്ങ അതിലേക്ക് ഇട്ടത്. പിന്നെ ഇപ്പോഴത്തെ മാങ്ങയ്ക്ക് നല്ല പുളിയാണ് കേട്ടോ. ഇവിടെ പുളി അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാങ്ങ മപ്പാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പുളി അധികം ഉള്ളതുകൊണ്ട് ഇവിടെ മാങ്ങ അങ്ങനെ ആരും അങ്ങനെ കഴിക്കില്ല. പിന്നെ ഇടയ്ക്കൊരു വെറൈറ്റി കറി വേണമല്ലോ എന്നോർത്താണ് മാങ്ങ മപ്പാസ് വയ്ക്കുന്നത്. അപ്പോൾ ഈ സവാള ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവുന്നുണ്ട്. സവാള വഴണ്ടി വന്നാൽ മതി. ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം സവാള വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മാങ്ങ നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഗരം മസാല തേങ്ങാപ്പാൽ ഇട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. കാരണം ഞാൻ പാൽ പിഴിഞ്ഞപ്പോൾ കുറച്ച് തേങ്ങ അതിനകത്തേക്ക് തേങ്ങാപ്പീര വീണ് പോയി. പക്ഷെ അത് ഞാൻ കണ്ടില്ല. കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് കാണുന്നത്.
അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പാല് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്നും കൂടെ അരിച്ചൊഴിക്കാമെന്നായിരുന്നു. പക്ഷേ പള്ളിയിൽ പോണ തിരക്കും എല്ലാം കൂടെ വന്നപ്പോൾ മനസ്സിൽ നിന്ന് ആ കാര്യം അങ്ങ് വിട്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ മാങ്ങ മപ്പോസ റെഡി ആയിട്ടുണ്ട്. കണ്ടോ കറി കണ്ടോ, പിരിഞ്ഞതുപോലെ ഇരിക്കുന്നത് കണ്ടോ. എന്ത് ചെയ്യും, ചില ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെയല്ലേ, ചിലതൊക്കെ നമ്മളിങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോകും, മനഃപൂർവ്വമൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക വറുത്ത് റെഡി ആയിട്ടുണ്ട്, മാങ്ങ മപ്പോസ റെഡി ആയിട്ടുണ്ട്. സ്കൂളിൽ എക്സാം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് പോരാം. പക്ഷേ ഇന്ന് ഞങ്ങളൊരു കൂട്ടുകാരിയുടെ ബേബി ഷവർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പോകാൻ നടക്കില്ല. അപ്പോൾ ചോറും കൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേരത്തെ വരാൻ പറ്റത്തില്ല. അപ്പോൾ കറിയൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പള്ളിയിൽ പോട്ടെ, കാരണം 6:15 കുർബാനയ്ക്ക് കയറും. അപ്പോഴത്തേക്കും പള്ളിയിൽ എത്തണം. കുർബാന അനുഭവിക്കണമെന്ന് വിചാരിക്കണം, അറിയത്തില്ല. പറ്റിയാൽ കുർബാന അനുഭവിക്കണം. അപ്പോൾ ഞാൻ പള്ളി കഴിഞ്ഞ് ഇറങ്ങി. ഇതെൻ്റെ അമ്മച്ചിയാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ ഇളയ മോനും പിന്നെ എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മോനുമാണ് കേട്ടോ. ഇത് ശരിക്കും ഞങ്ങളുടെ ഇടവക ഈ പള്ളിയാണ്. പക്ഷേ ഞങ്ങൾ പോകുന്നത് താഴത്തെ ചാപ്പലിലാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെ സെമിത്തേരിയിലേക്ക് നടന്ന് പോവുകയാണ്. അമ്മച്ചി ആരും കണ്ടിട്ടില്ല, അമ്മച്ചിയെ കണ്ടില്ലെന്ന് ആരും പറയരുത്. അപ്പോൾ ഇതാണ് ഹസ്ബൻഡ് അടക്കിയ സെമിത്തേരി. അപ്പോൾ ഞങ്ങൾ സെമിത്തേരിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബായ്.